കൊന്നിച്ചിവ. ഇന്ന് നമ്മൾ ജപ്പാനിലെ 2 ഡിഫറെൻറ്റ് ഷോപ്പിംഗ് സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പുറത്ത് നല്ല വഴി വേറെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ കുറുക്കോഴിക്കോടെയാണ് പാർക്കിങ്ങിലേക്ക് പോവാം. നമ്മൾ ആദ്യം പോകുന്നത് ഹാർഡ് ഓഫിലോട്ടാണ്. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പാണ്. ജപ്പാൻകാർ പൊതുവെ വളരെ നീറ്റായിട്ട് സാധനങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. അതേ വൃത്തി ഈ യൂസ്ഡ് ഐറ്റത്തിലും നമുക്ക് കാണാൻ പറ്റും. പുതിയതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ വളരെ ചെറിയ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ കഴിയും. ഇവിടെ നമുക്ക് ഫർണിച്ചേഴ്സ്, വാച്ചസ്, ടോയ്സ്, സ്റ്റേഷനറി ഐറ്റംസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ് തുടങ്ങി ധാരാളം സാധനങ്ങൾ കാണാനും വാങ്ങാനും കഴിയും. ഈ ഷോപ്പിൻ്റെ തന്നെ അപ്പുറത്തെ വശത്ത് ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ വലിയൊരു സെക്ഷൻ ഉണ്ട്. ലാപ്ടോപ്സ്, ക്യാമറ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. ഞാനിവിടെ കൂടുതലും കണ്ടിട്ടുള്ളത് ഡ്രസ്സ് ഐറ്റംസ് ആണ്. ബ്രാൻഡഡ് കമ്പനികളുടെ ടീഷർട്ട്സാണ് ഇതൊക്കെ. മാർക്കറ്റ് പ്രൈസിനേക്കാൾ വളരെ കുറഞ്ഞ വിലയാണ് കേട്ടോ ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൽ ഓരോ സാധനത്തിൻ്റെ കണ്ടീഷൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം ഒരു ലൈറ്റ് വാങ്ങിയപ്പോൾ അതിലൊരു കേബിൾ മിസ്സിങ് ആയിരുന്നു. കേബിൾ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പിച്ചിട്ട് സ്റ്റാഫ് നമുക്ക് ബില്ലടിച്ച് തന്നുള്ളൂ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഭാഗമാണ് ക്രോക്കറി യൂണിറ്റ്. വളരെ മനോഹരമായിട്ടുള്ള ജാപ്പനീസ് പാത്രങ്ങൾ പല തരത്തിലുള്ളത് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഈ പ്ലേറ്റ് ഉണ്ടോ, ഇത് ഡിസ്നിയുടെ വിന്നി ദ പൂ ക്യാരക്ടറാണ്. ഇതിന് 330 യെന്നാണ് കേട്ടോ വില. ഏകദേശം ഒരു 170 ഇന്ത്യൻ രൂപയോളം വരും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ വില വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. ഈ ഒരു പ്ലേറ്റ് ഒരെണ്ണത്തിന് 550 യെന്നോളം വരുന്നുണ്ട് കേട്ടോ. ഈ പാത്രങ്ങളിലൊക്കെ മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ച് വില കൂടുതലായിരിക്കും. ജാപ്പനീസ് ഡിസൈനിലുള്ള ഈ ബൗളിന് 165 യെന്നാണ് കേട്ടോ. സ്വർണം പൂശിയിട്ടുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു 4000 യെന്നാണ് കേട്ടോ ഈ സെറ്റിന്. നല്ല കണ്ടീഷനിലുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്കും ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാം. ഇവിടുത്തെ സ്റ്റാഫാണ് ഈ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ വില ഇടുന്നത്. അവരുടേതായ ഒരു ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് സ്റ്റോറിൽ വിൽക്കാൻ വെക്കുകയുള്ളൂ. ഈ ഒരു വലിയ കൊട്ട നിറച്ചും പാവകളാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ പാവകളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുമോ? മിക്കവരും ഇത് സൂക്ഷിച്ച് വയ്ക്കുകയല്ലേ. ഇവിടെയുള്ളവരൊക്കെ പുതിയത് വരുന്നതിനനുസരിച്ച് പഴയതിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. ഡ്രസ്സ് ഇട്ട് നോക്കി വാങ്ങാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ വരെ, അതായത് ഒറിജിനൽ പ്രൈസ് ടാഗോട് കൂടിയ ഡ്രസ്സുകൾ വരെ ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഹാർഡ് ഓഫ് പിന്നെ ഒരു ട്രഷർ ഹണ്ട് നടത്തുന്ന പോലെയെന്ന് പറയാം. സമയമെടുത്ത് തപ്പി നോക്കുകയാണെങ്കിൽ വളരെ നല്ല സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും കേട്ടോ. പാക്കറ്റ് പോലും പൊട്ടിക്കാത്ത ഗ്ലാസ് പെന്നാണിത്. ഇതിന് 330 യെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 1000-ന് മുകളിൽ വരും കേട്ടോ. ഹാർഡ് ഓഫിലെ കറക്കം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് ഇയോൺ മോളിലോട്ടാണ്. ഇതും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചെയിൻ ഷോപ്പിംഗ് മോളാണ്. അപ്പം അതിനു മുമ്പ് നമുക്ക് കുറച്ച് വേസ്റ്റ് കളയാനുണ്ട്. ഇത് ചിക്കനും മീനൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഫോം ട്രേസ് ആണ്. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് വേണം വേസ്റ്റ് കൊണ്ടിടാനായിട്ട്. അതുപോലെ പാല് മേടിക്കുന്ന കവറുണ്ട്, അതും നമ്മൾ വൃത്തിയായി കഴുകി ഉണക്കി കീറിയിട്ട് വേണം ഇത് കൊണ്ടിടാൻ. ഇയോൺ മോള് ജപ്പാനിലെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മോൾ ചെയിനിലൊന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ വേറെ പല പല ഷോപ്പുകളുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. വീക്കെൻഡ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ. ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഇതൊക്കെ നോക്കി സമയം കളയാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ജപ്പാനിൽ പിന്നെ ഓരോ കടയിലും ഓരോ സാധനങ്ങൾക്ക് ഓരോ വിലയാണ് കേട്ടോ. MRP എന്ന് പറയുന്നത് ഒരു പാക്കറ്റിലും എഴുതിയിട്ടുണ്ടാവില്ല. അത് ഓരോ ഷോപ്പ് അനുസരിച്ചിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ. സമ്മർ ആയതുകൊണ്ട് കോട്ടൺ ഡ്രസ്സുകളാണ് കേട്ടോ നിറയെ. കൂടുതലും മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. ഈ ജൂട്ടിൻ്റെ ബാഗ് കണ്ടോ, ഇതും മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. ഈ പാലിൻ്റെ പാക്കറ്റിൻ്റെ മുകളിലൊരു ചെറിയ കട്ട് കണ്ടോ, അത് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. ഇത് ബോൺലെസ് ചിക്കനാണ്, 1/2 കിലോകളുണ്ട്. ഇതിന് ഏകദേശം 700 യെന്നോളം വരും. പെട്ടെന്ന് വിറ്റ് തീർക്കേണ്ട സാധനങ്ങൾ ഡിസ്കൗണ്ട് ഇട്ടിട്ട് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. 70% ഓഫറൊക്കെ ഉണ്ടാവും കേട്ടോ മിക്കവാറും. നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന പച്ചക്കറികളിൽ ചിലത് മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ചേമ്പ് നന്നാക്കി പുഴുങ്ങി പാക്കറ്റിലാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. ബീൻസ്, പാവയ്ക്ക, വഴുതനങ്ങ, വെണ്ടയ്ക്ക, ക്യാരറ്റ് ഇതൊക്കെ ഇവിടുന്ന് കിട്ടും. പിന്നെ മത്തങ്ങയുണ്ട്. ഇലകളാണ് ഇവിടെ കൂടുതൽ. പിന്നെ മഷ്റൂം പലതരത്തിലുള്ളതുണ്ട്. ഇത് കണ്ടോ, ഇത് അങ്ങേ അറ്റം വരെ 2 സൈഡിലും കോഫിയുടെയും ചായയുടെയും സെക്ഷനാണ്. ആസാം ഡാർജിലിംഗ് ടീ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിന് 2 വർഷത്തോളം എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള സമയത്ത് എടുത്ത് ചൂടാക്കിയാൽ മതി. നേരത്തെ കണ്ടത് കഞ്ഞിയാണ് കേട്ടോ. ഇത് കറിയോട് കൂടിയിട്ടുള്ള ചോറാണേ. എക്സ്പയറി ഡേറ്റ് ആവുന്നതനുസരിച്ച് ഇവർ സാധനങ്ങൾ ഡിസ്കൗണ്ടിൽ ഇട്ട് തുടങ്ങും.
110 യെന്നിൻ്റെ ചോക്ലേറ്റ് 77 യെന്നിന് ഡിസ്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നാളികേരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡെസേർട്ട് ഉണ്ട് കേട്ടോ. ഇത് വിയറ്റ്നാമിൽ നിന്നും മറ്റും വരുന്നതാണേ. ഈ സാധനങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെ ഇന്നോ നാളെയായിട്ട് എക്സ്പയർ ആവും. അപ്പോൾ ഇതൊക്കെ 70% ഓഫറിന് ഇട്ടിരിക്കുകയാണ്. സമ്മർ ആകുമ്പോഴാണ് ജപ്പാനിൽ ഫെസ്റ്റിവൽസിൻ്റെ സമയം. ആ സമയത്താണ് ജാപ്പനീസ് ട്രഡീഷണൽ ഡ്രസ്സ് കിമോണോ ഇവിടെ വിൽപ്പനയ്ക്ക് വരുന്നത്. കിമോണോയും അതിൻ്റെ അനുബന്ധ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. തലയിൽ കുത്താനുള്ളത്, ചെരുപ്പ്, ബാഗ്, പൂക്കൾ എല്ലാം സാധാരണയിൽ നിന്നും ഡിഫറെൻ്റ് ആണ് കേട്ടോ. കിമോണോ ഹാർഡ് ഓഫിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഐറ്റംസ് അല്ലാതെ മറ്റ് സാധനങ്ങൾ വാങ്ങാൻ ഹാർഡ് ഓഫ് ആണോ ഇയോൺ മാളാണോ നല്ലത്? ശരിക്കും നമ്മൾ എന്ത് വാങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കട്ടോ ഏതാണ് നല്ലതെന്നുള്ളത്. ഇലക്ട്രോണിക്സ് ഐറ്റംസ് അല്ലെങ്കിൽ സ്റ്റോറേജ്, ഫർണിച്ചർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം ചെയ്യുന്ന ഹാർഡ് ഓഫിലാണ് കേട്ടോ നോക്കുക. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ചിലപ്പോൾ അവിടെ ഉണ്ടാവും, കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ വേറെയും ഷോപ്പുകളുണ്ട് കേട്ടോ. 100 yen ഷോപ്പും വേറെ ഡ്രസ്സിങ് ഷോപ്പുകളൊക്കെ ഉണ്ട്. KFC, മിസ്റ്റർ ഡോണറ്റൊക്കെയുള്ളൊരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റിൽ പറയൂ. താങ്ക് യു ഫോർ വാച്ചിങ്.